ഹായ് ഹലോ, ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ചിക്കൻ മന്തി റെസിപ്പിയാണ്. മന്തി എന്നത് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പ്രശസ്തമായ റൈസ് വിഭവമാണ്. പ്രത്യേകിച്ച് ഇത് യമനിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഇത് ചിക്കനും മട്ടനും ബീഫും എല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ചിക്കൻ മന്തിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ ഹെൽത്തിയാണ്. ഇതിനകത്ത് എണ്ണയോ മറ്റു കാര്യങ്ങളോ മസാലകളോ ഒന്നും അധികം ചേർക്കാത്തതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. എന്നാൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മന്തി മസാല 1 ടേബിൾ സ്പൂൺ, സാഫ്രോൺ യെല്ലോ കളർ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. ഞാനിവിടെ തൊലി കളയാതെ 900 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മന്തി ഉണ്ടാക്കുമ്പോൾ സാധാരണ ചിക്കൻ്റെ സ്കിന്ന് കളയാറില്ല. ഇതിപ്പോൾ 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1/2 അവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒലിവ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ചെറുതായി ചോപ്പ് ചെയ്ത സവാള ഒരു വലുത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഏലക്ക ഒരു 8 മുതൽ 10 വരെ, ഗ്രാമ്പൂ ഒരു 8 എണ്ണം, കറുവപ്പട്ട ഒരു 5 പീസ്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് റേസിൻസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് 2 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 10 മിനിറ്റ് സോക്ക് ചെയ്ത ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 3 മിനിറ്റ് വറുത്തെടുക്കണേ. ഞാനിവിടെ 4 കപ്പ് റൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വീതം. ഞാൻ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പം 8 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തിളച്ച വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉപ്പും കൂടെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കി കൊടുക്കാം. വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ പാത്രം നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. 2 ഫോയിൽ പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കുറച്ച് കട്ടിക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കാം. പപ്പടം കുത്തിയോ ടൂത്ത് പിക്കോ ഒക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതൊന്നും കണ്ടില്ല ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ നൈഫ് വെച്ചിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ എല്ലായിടത്തും ചെറിയ ചെറിയ ഹോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഞാനിപ്പം ഓരോന്നായിട്ട് ഫോയിൽ പേപ്പറിന്റെ മുകളിലേക്ക് ചിക്കൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, വേറൊരു ഫോയിൽ പേപ്പർ കൊണ്ട് ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ആവി ഒരു കുറച്ച് തുള്ളി പോലും പുറത്തു പോകാത്ത രീതിയിൽ വേണം കവർ ചെയ്യാൻ. അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രത്തിന്റെ മൂടി കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇനി ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ, അതായത് സിമ്മറിൽ 35 മിനിറ്റ് വേണം ഇതൊന്ന് കുക്കായി വരാനായിട്ട്. അത് കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ചട്നി രൂപത്തിലുള്ള ഒരു കറി, അതായത് ടൊമാറ്റോയും പുതിനയും കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് ദക്കൂസ് എന്നാണ്. ഒരു 3 ടൊമാറ്റോ ഞാനിവിടെ ചെറുതായി അരിയുന്നുണ്ട്. അതിലേക്ക് 1 കൈപ്പിടി നിറയെ പുതിനയിലയും എടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാമേ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതേപോലെ ടേസ്റ്റിയുമാണ്. ഇപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇപ്പോൾ നന്നായിട്ട് ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. ഇനി അതിനു വേണ്ടി ഒരു 3 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലൊരു കളറും തിക്നെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച ടൊമാറ്റോ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ചുവന്ന കളർ വരുന്നതാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ? 35 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തായെന്നൊന്ന് നോക്കാം. ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് തന്നെ വന്നിട്ടുണ്ട്. നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. ഈ ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനെല്ലാം ഞാനിപ്പം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഫോയിലിന് മുകളിലുള്ള മസാലയെല്ലാം ഞാൻ ചോറിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ മസാലയാണ് ഇതിൻ്റെ ഈ ചോറിൻ്റെ മണവും രുചിയും എല്ലാം നൽകുന്നത്. ഇനി ചിക്കൻ ഓരോന്നായിട്ട് ഞാൻ ചോറിന് മുകളിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്മോക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. ഒരു ചാരക്കോൾ എടുത്ത് ഗ്യാസിൽ വെച്ച് കത്തിച്ച് ഒരു പാത്രത്തിലേക്കാക്കി ഇതിന് നടുവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ഫോയിലിട്ട് കവർ ചെയ്ത് ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ നമുക്കിങ്ങനെ മൂടി വെക്കാം. എന്നാലേ ഈ സ്മോക്കി ഫ്ലേവറൊക്കെ ഈ ചോറിലും ചിക്കനിലും ഒക്കെ പിടിക്കത്തുള്ളേ. ഇപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വാവ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ചാർക്കോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മാറ്റാം. ചിക്കനും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ മഞ്ഞ കളർ കണ്ടോ, ഇതിൻ്റെ ഈ ചിക്കൻ്റെ മസാലയൊക്കെ ഇറങ്ങിയതാണ്. അത് നമുക്ക് ചോറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ ഫ്ലേവർ. അതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ചോറൊക്കെ ഒന്നിൽ തൊടാതെ ഒന്നായിട്ട് കിടപ്പുണ്ട്. നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രൈഡ് ഓണിയൻ, ഫ്രൈഡ് ബദാം, കുറച്ച് മല്ലിയില, ഇതെല്ലാം ഞാൻ ഇതിന് മുകളിൽ വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. മറക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ലതാണോ അപ്പേ? ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ മന്തി അടിപൊളിയാണ്, ജ്യൂസിയാണ്, ടേസ്റ്റിയാണ്. ഞങ്ങളിത് കഴിച്ച് ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.